നമസ്കാരം. 30 കോടി ദേവതകളും 48,000 ഋഷീശ്വരന്മാരും 18 സിദ്ധന്മാരും തപം ചെയ്തതും ശ്രീമുരുകന് സ്ത്രീധനം ലഭിച്ചതുമായ സുരുളിമലയെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം സുരുളിമല വേലപ്പർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തേനി ജില്ലയിൽ കമ്പത്തിനടുത്ത് സുരുളിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമുരുകൻ സുരുളി വേലപ്പർ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. പ്രകൃതിയാലുള്ള ഒരു കുടവര കോവിലാണിത്. കാടിനുള്ളിലുള്ള ഈ കോവിലിലേക്ക് പോകുന്ന വഴിയിൽ ശിവൻകോവിൽ, അയ്യപ്പൻ കോവിൽ, ഭൂതനാരായണ പെരുമാൾ കോവിൽ എന്നിങ്ങനെ പല കോവിലുകളും ആശ്രമവും പ്രസിദ്ധമായ സുരുളി അരുവിയും കാണാം. പുരാണപ്രകാരം മഹാവിഷ്ണുവിന്റെ പുത്രിയായ സുന്ദരവല്ലി വേടർകുല രാജാവായ നമ്പിരാജന്റെ മകൾ വള്ളിയായി ഭൂമിയിൽ അവതരിച്ചു. ചില തിരുവിളയാടലുകൾ നടത്തി ശ്രീമുരുകൻ അവളെ തിരുത്തണിയിൽ വെച്ച് വിവാഹം കഴിച്ചു. നമ്പിരാജൻ തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ചില മലപ്രദേശങ്ങളെ സ്ത്രീധനമായി മുരുകന് കൊടുത്തു. അതിലൊന്നാണ് സുരുളിമല. ഇവിടെ കുറച്ചുകാലം ശ്രീമുരുകൻ വള്ളിയോടൊപ്പം താമസിച്ചതായാണ് ഐതിഹ്യം. പൊതികമലയും ചതുരഗിരി മലയും ചേർന്ന പടിഞ്ഞാറ് തുടർച്ചിമലയുടെ ഒരു ഭാഗമാണ് സുരുളിമല. ഇവിടെയുള്ള അരുവി ഓംകാര ശബ്ദത്തോടെ ശ്രുതി പോലെ ഒഴുകിയതിനാൽ സുരുതിമലയെന്നും പിന്നീടത് സുരുളിമലയെന്നുമായി മാറി. ശ്രീമുരുകൻ ഇവിടെ കുടികൊണ്ടതിനാൽ നെടുവേൽകുണ്ട്രം എന്നും ഈ മലയ്ക്ക് പേരുണ്ട്. 30 കോടി ദേവതകളും 48,000 ഋഷികളും 18 സിദ്ധന്മാരും തപം ചെയ്ത ഭൂമിയിലെ തന്നെ പുണ്യമലയാണിത്. പഴനി നവപാഷാണ ദണ്ഡായുധപാണി ശില നിർമ്മിച്ച ഭോഗർ സിദ്ധർ തന്റെ അവസാന പാഷാണമൂലിക ഇവിടെ നിന്നാണ് കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കാളങ്കിനാഥർ സിദ്ധർ പലകാലം തപസ് ചെയ്ത മലയാണിത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള തീർത്ഥത്തിൽ ഇലയോ വള്ളിയോ എന്തെങ്കിലും സാധനമോ വീണാൽ 48 നാൾ കഴിഞ്ഞാൽ അത് കല്ലായി മാറുമെന്നതാണ്. ഒരു മരം തന്നെ ജലം തട്ടി കല്ലായി മാറിയിരിക്കുന്നത് ഭക്തർക്ക് കാണാം. അതേപോലെ ഒരു വലിയ മരത്തിനടിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന തീർത്ഥവും. വേറൊന്ന്, ഇവിടെയുള്ള വിഭൂതി ഗുഹയിലെ നനഞ്ഞ മണൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഭസ്മമായി മാറുന്നു എന്നതാണ്. എത്ര എടുത്താലും ഈ വിഭൂതി തീരുന്നില്ല എന്നതാണ് ആശ്ചര്യം. ഈ മലയെ ചുറ്റി ഏകദേശം 225 ഗുഹകൾ ഉള്ളതായും അതിനുള്ളിൽ ഇന്നും സിദ്ധന്മാർ സൂക്ഷ്മരൂപത്തിൽ തപസ് ചെയ്യുന്നുണ്ടെന്നുമാണ് പറയുന്നത്. ഇവിടെയുള്ള ഇമേഗിരി സിദ്ധർ ഗുഹ എന്ന കൈലായ ഗുഹ, സർപ്പഗുഹ, പാട്ടയ ഗുഹ, കൃഷ്ണൻ ഗുഹ, കന്നിമാർ ഗുഹ, അഷ്ടലിംഗ ഗുഹ എന്നിങ്ങനെ തനി തീർത്ഥങ്ങളോടെയുള്ള ചില ഗുഹകൾ പ്രസിദ്ധി പെറ്റത്. ഹിമാലയത്തിൽ നിന്നും വന്ന ഇമയഗിരി സിദ്ധർ കൈലാസ ഗുഹയിൽ തപസ്സനുഷ്ഠിച്ച് ശിവദർശനം സിദ്ധിച്ചു. അദ്ദേഹം പ്രതിഷ്ഠിച്ച ശിവലിംഗം ഗുഹയ്ക്കുള്ളിലുണ്ട്. കൈലാസത്തിൽ വെച്ച് നടന്ന ശിവപാർവതിമാരുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സകല ദേവലോകവാസികളും ഋഷീശ്വരന്മാരും എത്തിയതിനാൽ തകരാറിലായ ഭൂമിയുടെ സന്തുലനാവസ്ഥ ശരിയാക്കാൻ ശിവഭഗവാൻ അഗസ്ത്യ മഹർഷിയെ പൊതികമലയിലേക്ക് അയക്കുകയും അഗസ്ത്യരുടെ അപേക്ഷ പ്രകാരം പല സ്ഥലങ്ങളിൽ ഭഗവാൻ ഉമയോടൊപ്പം വിവാഹവേഷത്തിൽ ദർശനം കൊടുത്തതിൽ ഈ ഗുഹയും ഒന്ന്. ശനി ഭഗവാന്റെ വീക്ഷണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചെത്തിയ ദേവന്മാർക്ക് ശ്രീമുരുകൻ അഭയം കൊടുത്ത മലയാണ് സുരുളിമല. ലങ്കാധിപതി രാവണൻ തന്റെ തപോബലത്താൽ ദേവന്മാരെയും ഋഷികളെയും ഉപദ്രവിച്ചപ്പോൾ ദേവാദികളും ഋഷീശ്വരന്മാരും ശ്രീമന്നാരായണനെ തപസ് ചെയ്ത ഗുഹയാണ് കോവിലിന്റെ കിഴക്കുഭാഗത്തുള്ള കൈലായ ഗുഹ എന്ന കൈലാസ ഗുഹ. കന്നിമാർ ഗുഹയിൽ സപ്തകന്യകമാരുടെ പ്രതിഷ്ഠകൾ കാണാം. ഓങ്കാര രൂപത്തിലുള്ള ഈ മലയിൽ സപ്തകന്യകമാർ നടനമാടിയ രേഖകൾ പാറകളിൽ ഇന്നും ഉണ്ട്. ഇവിടെ ഇരുന്ന് ധ്യാനിച്ചാൽ പാപങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. ഇവിടെയുള്ള സർപ്പഗുഹയിൽ ഇച്ഛാധാരി നാഗങ്ങൾ വാഴുന്നുണ്ടെന്നാണ് ഭക്തജന വിശ്വാസം. ഇഷ്ടാനുസരണം രൂപം മാറാൻ കഴിവുള്ള ഇച്ഛാധാരി നാഗങ്ങളെക്കുറിച്ച് അഗ്നിപുരാണത്തിലും വായുപുരാണത്തിലും കുറിപ്പുകളുള്ളതായി പറയപ്പെടുന്നു. ഈ നാഗങ്ങളുടെ അനുമതിയുണ്ടെങ്കിലേ കൈലായ ഗുഹയ്ക്കുള്ളിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഈ ഗുഹയുടെ മുൻവശം വളരെ ചെറുതാണെങ്കിലും ഉൾഭാഗം സ്വല്പം വിസ്താരമുണ്ട്. ഒരു തീർത്ഥം ഇതിനുള്ളിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ പോയി പുറത്തു വന്നാൽ ഭാവിയിൽ ഒരു ജന്മം കുറയും എന്നാണ് വിശ്വാസം. കണ്ണകി മധുര എരിച്ച ശേഷം ഇവിടെ വന്ന് സുരുതി തീർത്ഥത്തിൽ നീരാടി പുഷ്പക വിമാനത്തിലേറിപ്പോയി എന്നൊരു ഐതിഹ്യവുമുണ്ട്. ഒരു കാലത്ത് കോവിൽ ഉത്സവത്തിന്റെ നേരത്ത് ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കണ്ട് കൃഷ്ണൻ ഗുഹയിലേക്ക് കയറിയ ഒരു ചെറിയ കുട്ടി കുറെ നേരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഉള്ളിൽ ഒരു വലിയ നഗരവും സിദ്ധന്മാരെയും ദേവലോക കന്യകകളെയും കണ്ടതായി പറഞ്ഞത്രേ. 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന റിസർവ് ഫോറസ്റ്റിനുള്ളിലെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കാട്ടുവഴിയിലൂടെ കുറച്ചു ദൂരം നടക്കണം. മനോഹരമായ പ്രവേശന കവാടം കടന്ന് അകത്തെത്തിയാൽ ചെറിയൊരു കുടവര കോവിലിനുള്ളിൽ സുരുളിമല വേലപ്പർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി ശ്രീമുരുകന്റെ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. പഴനിയിലെ പോലെ ആണ്ടിക്കോലമായതിനാൽ സുരുളി ആണ്ടി എന്നൊരു നാമവും ഭഗവാനുണ്ട്. കരുവറയ്ക്കുള്ളിൽ തന്നെ ആറുമുഖർ, വിനായകർ, ശിവലിംഗം, നാഗദേവത, സുബ്രഹ്മണ്യർ, ശ്രീരാമൻ, ലക്ഷ്മണൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ദുർവാസവ മഹർഷി, കണ്ണു മഹർഷി എന്നിവർ ചതുരഗിരി മലയടിവാരത്ത് തപോവനം നിർമ്മിച്ച് യാഗങ്ങൾ ചെയ്തപ്പോൾ സംപ്രീതനായ ശിവഭഗവാൻ അവർക്ക് ദേവലോക ജീവിതം നൽകി മഹാലിംഗമായി ഇവിടെ കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം.
അഗസ്ത്യർ, വീരബാഹു, സന്താനകൃഷ്ണൻ, ശ്രീവള്ളി എന്നിവർക്കും ക്ഷേത്രത്തിൽ ഉപസന്നിധിയുണ്ട്. ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി ശ്രീമുരുകന് പാൽക്കുടം എടുത്താൽ സകല രോഗങ്ങളും മാറും, പാപം നീങ്ങും എന്നാണ് ഭക്തജന വിശ്വാസം. അമാവാസിക്ക് ഇവിടെ ശ്രീമുരുകന് പ്രത്യേകം പൂജകൾ നടക്കുന്നു. പൗർണമി നാളിൽ കൈലായ ഗുഹയിലേക്ക് പാദയാത്ര ചെയ്താൽ ജീവിത തടസ്സങ്ങൾ മാറും എന്നും വിശ്വാസമുണ്ട്. ആടി, തൈ, പുരട്ടാസി, മഹാളയ അമാവാസികളിൽ ഭക്തർ ആകാശഗംഗാ തീർത്ഥത്തിൽ പ്രാർത്ഥിച്ച് സുരുളി തീർത്ഥത്തിൽ നീരാടി പിതൃതർപ്പണം ചെയ്യുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ഭക്തന് സുരുളി വേലപ്പർ മകന്റെ സ്ഥാനത്ത് നിന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്തതായി പുരാണ കഥയുണ്ട്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പുത്രന്മാരില്ലാത്തവർ ഇവിടെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ തുണയായി നിന്ന് പിതൃകർമ്മങ്ങൾ ചെയ്യും എന്നാണ് വിശ്വാസം. ക്ഷേത്രതീർത്ഥം, സുരഭി തീർത്ഥം, സുരുളി തീർത്ഥം. ചിത്തിര തിരുവിഴ, ആടി 18, ആടി, തൈ അമാവാസികൾ, തൈപ്പൂയം, വൈകുണ്ഠ ഏകാദശി, ശിവരാത്രി, പങ്കുനി ഉത്രം എന്നിവ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വിശേഷ ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കമ്പത്ത് നിന്ന് 10 കിലോമീറ്റർ, തേനിയിൽ നിന്ന് 50 കിലോമീറ്റർ, കുമ്മളിയിൽ നിന്ന് 25 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തേനി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.